നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ ഉൾപ്പെടെയുള്ള പാർട്ടി കോട്ടകളിലെ പൊട്ടിത്തെറികൾ CPMന് വെല്ലുവിളിയാകുന്നു. മുതിർന്ന പല നേതാക്കളും പാർട്ടി വിടുകയും എതിർപ്പാളയത്തിൽ ചേക്കേറി സ്ഥാനാർത്ഥിത്വം സമ്പാദിക്കുകയും ചെയ്തു. മറ്റു ചിലരാകട്ടെ സ്വതന്ത്ര പരിവേഷവുമായി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നീങ്ങുന്നു. വിമത ശബ്ദം പതിവില്ലാത്തവണ്ണം കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് പോലും ഉയരുന്നു. പാർട്ടി സെക്രട്ടറിയുടെ സ്വജനപക്ഷപാതവും പിണറായിയുടെ മൗനവും ചോദ്യം ചെയ്യപ്പെടുന്നു. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത വൻ പ്രതിസന്ധിയാണ് CPMന് നേർക്കുമുന്നിലുള്ളത്. കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റിയാണ് എതിർപ്പാളയത്തിലേക്ക് ഈയടുത്ത കാലത്ത് പോയ ആദ്യത്തെ നേതാവ്. കോൺഗ്രസിലെത്തിയ അവർ സിറ്റിംഗ് MLAയും ധനമന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പാലക്കാട് PK ശശിയിൽ നിന്ന് ഉയർന്നത്. UDFന് കൈകൊടുക്കാൻ ആഞ്ഞു നിൽക്കുകയാണ് ഷൊർണൂർ മുൻ MLA കൂടിയായ അദ്ദേഹം. CPMന് എക്കാലവും വിഭാഗീയതയുടെ വലിയ തലവേദന സൃഷ്ടിച്ച ആലപ്പുഴയിൽ ഇപ്പോൾ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് തലമുതിർന്ന നേതാവായ G സുധാകരനാണ്. പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലിറക്കിയ സുധാകരൻ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പിന്തുണയും നൽകാൻ ഒരുങ്ങുന്നു. പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ രണ്ടിടത്താണ് അടുത്തടുത്ത് രാഷ്ട്രീയ സ്ഫോടനങ്ങൾ നടന്നത്. ആദ്യത്തേത് പയ്യന്നൂരിൽ, ഇപ്പോഴിതാ തളിപ്പറമ്പിൽ. പയ്യന്നൂരിലേത് സ്ഥലം MLA TA മധുസൂദനെതിരായ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണമായിരുന്നെങ്കിൽ തളിപ്പറമ്പിലേത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരായ കുടുംബാധിപത്യ ആരോപണമാണ്. കണ്ണൂരിൽ ഇപ്പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചവർ ചില്ലറക്കാരുമല്ല. രക്തസാക്ഷി ഫണ്ടിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന V കുഞ്ഞികൃഷ്ണനായിരുന്നു. ആരോപണത്തിന് പിന്നാലെ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഭാര്യ PK ശ്യാമളയ്ക്ക് ലഭിക്കാൻ പാർട്ടി സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ ആസൂത്രിത നീക്കം നടത്തിയെന്ന ആരോപണമാണ് മുതിർന്ന നേതാവും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ TK ഗോവിന്ദൻ ഉന്നയിച്ചത്. ആ തീരുമാനത്തെ നീതികേടെന്ന് വിശേഷിപ്പിച്ച TK ഗോവിന്ദൻ വേണ്ടി വന്നാൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടിയോട് പിണങ്ങിയും ഇണങ്ങിയും നിന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ ചേരുക മാത്രമല്ല, അവരുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും ഒരുങ്ങുന്നു. മുൻപ് കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിനെ അവസാനത്തെ ആളും പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുതെന്ന് പരിഹസിച്ച MM മണിയുടെ ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു രാജേന്ദ്രൻ എന്നത് മറ്റൊരു കൗതുകം. മൂന്നാറിലെയും മറ്റു തോട്ടം തൊഴിലാളികൾക്കിടയിലെ രാജേന്ദ്രൻ്റെ സ്വാധീനം വോട്ടായി മാറുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. കോടിയേരി ബാലകൃഷ്ണനെ പോലെ പാർട്ടിയെ കൂടെ പിടിച്ചു നിർത്താൻ MV ഗോവിന്ദന് സാധിക്കുന്നില്ലെന്ന വിമർശനം ഒളിഞ്ഞും തെളിഞ്ഞും ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിലെ പരിഹാസച്ചിരി തന്നെ വേദനിപ്പിച്ചിരുന്നെന്നും അദ്ദേഹം ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായി തുടരാൻ ആഗ്രഹമില്ലെന്നും അംഗത്വം പുതുക്കാനില്ലെന്ന G സുധാകരൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു. കോടിയേരി ആയിരുന്നുവെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ വരില്ലെന്നായിരുന്നു PK ശശി പറഞ്ഞത്. 3 വട്ടം MLA ആവുകയും 4-ാം വട്ടം ഭാര്യയെ MLA ആക്കാനുമാണ് പാർട്ടി സെക്രട്ടറിയുടെ ശ്രമമെന്നാണ് TK ഗോവിന്ദൻ്റെ ആരോപണം. തളിപ്പറമ്പിനെ കരുതിക്കൂട്ടി വനിതാ സംവരണ മണ്ഡലമാക്കി മാറ്റിയാണ് ശ്യാമളയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയതെന്നും സുകന്യയെ പോലെയുള്ളവരുടെ പേര് തമസ്കരിക്കപ്പെട്ടുവെന്നുമാണ് ഗോവിന്ദൻ്റെ ആരോപണം. CPMനുള്ളിലെ കലാപക്കൊടികളെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. അമ്പലപ്പുഴയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ സുധാകരനെ പിന്തുണയ്ക്കാനൊരുങ്ങുന്നു. തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കാനൊരുങ്ങുന്ന TK ഗോവിന്ദനെയും പിന്തുണച്ചേക്കും. പയ്യന്നൂരിൽ TA മധുസൂദനെതിരെ CPM മുൻ ജില്ലാ സെക്രട്ടറി അംഗം V കുഞ്ഞികൃഷ്ണൻ മത്സരിച്ചാലും കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 3-ാം ഊഴം ലക്ഷ്യമിട്ട് മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പ്രചാരണ വാക്യവുമായി ഇറങ്ങുന്ന CPMന് തലവേദനയാകും ഈ വിമതമുഖങ്ങൾ എന്നതിൽ സംശയമില്ല. പാർലമെന്ററി വ്യാമോഹം, വർഗവഞ്ചന തുടങ്ങിയ വാദങ്ങളും ആരോപണങ്ങളും ഉയർത്തിയാലും വിഷയം ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. CPMൻ്റെ ഏറ്റവും മികച്ച പാർട്ടി സെക്രട്ടറിമാരിലൊരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സംഘടനാപരമായ ന്യൂനതകൾ പതിവില്ലാത്തവണ്ണം പുറത്തുവരികയാണ്. ഈ പ്രതിസന്ധി പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം ഇന്ത്യൻ ഭൂപടത്തിൽ ഇങ്ങ് തെക്കേയറ്റത്ത് അവശേഷിക്കുന്ന കനൽത്തരി കെടാതെ സൂക്ഷിക്കാൻ കരുതലോടെ നീങ്ങുമ്പോഴാണ് പാർട്ടി കോട്ടകളിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.